ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. കുറച്ച് പൊട്ടറ്റോ എല്ലാം ഇട്ടിട്ട് അങ്ങനെ കടല കുക്കറിലെല്ലാം വേവിച്ചിട്ടായി. ഇത് രാത്രി കുതിർക്കാൻ വെച്ച കടലവാ. അങ്ങനെ എടുത്ത കടല ഒന്നല്ല, ഒരു രാത്രി വെച്ചിട്ട് രാവിലെയാണ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് തേങ്ങയും പച്ചമുളകെല്ലാം അരച്ച് കൂട്ടീന്. പത്തലുണ്ടാക്കിയത്. അങ്ങനെ പത്തലും നമ്മളെ കടലക്കറിയും പിള്ളേരും നമ്മളെല്ലാവരും രാവിലെ കഴിച്ചു ഗൈസ്. അപ്പോൾ പത്തലും കടലക്കറിയെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ. പിന്നെ പുതിയ സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ മസാലക്കറി വെക്കാത്ത ആളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം. നല്ല അടിപൊളി കറിയാണ്. പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. പിള്ളേരെല്ലാം ഇങ്ങനെ കറി കൂട്ടുന്നില്ല എന്നുള്ള, കടലക്കറിയും വെജൊന്നും കൂട്ടുന്നില്ല എന്നുള്ള പരാതിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കിയെങ്കിൽ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ ഉച്ചക്ക് നമുക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിന്. അതെല്ലാം നല്ലപോലെ വാഷാക്കി, അങ്ങനെ നല്ലപോലെ വാഷാക്കിയിട്ടായിട്ട് എന്നിട്ട് മസാല എല്ലാം ഇട്ട്, മസാല ഉപ്പ്, ഇഞ്ചും പച്ചമുളകും പേസ്റ്റ്, കുറച്ച് ഗരം മസാല, കുറച്ച് സോയാ സോസ്, കുറച്ച് വിനാഗിരി, അങ്ങനെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ മസാലയെല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിനവ. എന്നിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിന്. ഞാൻ കുറച്ച് എല്ലാത്തിനും ഉപ്പെല്ലാം പിടിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തിട്ടായിട്ട് ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കറിച്ചപ്പ് നമ്മൾ അതിനെ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കനെല്ലാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കറി വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട പോലെ വെക്കട്ടെ. ഞാൻ ഇങ്ങനെയാണ് ഇന്ന് കറി വെച്ചത്. ഓരോ നാൾക്ക് ഓരോന്ന് സ്റ്റൈലല്ല കറി വെക്കുന്നത്, അങ്ങനെയാണ് സംഭവം. അങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് പോലെ തോന്നിയിനി. അങ്ങനെയാണ് ഞാനിങ്ങനെ കറി ഉണ്ടാക്കിയത്. അങ്ങനെ ചിക്കനെല്ലാം നമ്മൾ ചെറിയ പീസാക്കിയത്, വലിയ പീസൊന്നും അതൊന്നും ഭാഗത്തെല്ലാം ആയിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വലിയ പീസായിട്ട് കറി കൂട്ടാനൊന്നും. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം വേകാൻ വെച്ച്, എന്നിട്ടായിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറാക്കാൻ വിചാരിച്ച്. അങ്ങനെ ക്യാരറ്റും ഉള്ളിയും എല്ലാം ഫ്രൈ ആക്കിയിട്ടായിട്ട് കുറച്ച് കറിച്ചപ്പ് ഇട്ടിന്. എന്നിട്ടായിട്ട് നമ്മൾ കഴുകി വെച്ച നെയ്ച്ചോറിൻ്റെ അരിയില്ല, ഏത് നിങ്ങളെടുക്കുന്ന ആ അരി എടുത്തിട്ട് നമ്മൾ അതിനെ കുറച്ച് വറുക്കാം. അങ്ങനെ അത് ഉപ്പെല്ലാം ഇട്ടിട്ട് മസാലയെല്ലാം ഇട്ടിട്ട് അവിടെ വേകാൻ വെച്ചിന്. ചിക്കനിലേക്ക് ഞാൻ മുളകും തക്കാളിയും കൂടിയിട്ട് അരച്ച് ചേർത്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബമ്പക്കുഞ്ഞ് ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായി, അതിന് 2 തല്ല് കൂടുന്നുണ്ട് ഇടാം. അങ്ങനെ ചോറെല്ലാം വയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ടായി. അങ്ങനെ സാധനമെല്ലാം വീക്കൊണ്ട് വന്ന് പോയിട്ട് കുറച്ച് കുറേ സാധനമൊന്നുമില്ല, അപ്പോൾ കുറച്ച് ചായക്കൂട്ടാനെല്ലാം വാങ്ങാനുണ്ടായി. അങ്ങനെ അത് വാങ്ങിക്കൊണ്ട് വന്ന്, പാല് വാങ്ങാനുണ്ടായിന്. മീൻ കണ്ടിന് അവിടെ, അങ്ങനെ അത് മീൻ വാങ്ങി. കുറച്ച് മുന്തിരി കണ്ട്, അത് വാങ്ങി. അങ്ങനെ അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന്, അങ്ങനെ ഉണ്ണിയപ്പം വേണ്ടിയിട്ട് നമുക്ക് ചായ ആക്കാൻ വിചാരിച്ചു. ചായൻ്റെ സമയമായി. അങ്ങനെ നല്ല പാലൂട്ടി ഒരു ചായ ഉണ്ടാക്കി. നമ്മൾ ഉണ്ണിയപ്പവും പിള്ളേർക്കും നമുക്കും എല്ലാവരും തിന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പം. കാണുമ്പോൾ നല്ല ചേലുള്ള 2 കളറായിട്ട് കണ്ടില്ലേ. അങ്ങനെ ഉണ്ണിയപ്പവും ചായയും തിന്ന്, ഞാനും പിള്ളേരെല്ലാം തിന്നു. അങ്ങനെ ഉണ്ണിയപ്പം തിന്നിട്ടായിട്ട് നമുക്ക് രാത്രിയിലത്തെ പരിപാടി നോക്കാനായി. പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കണ്ടേ. അങ്ങനെ രാത്രി ഞാൻ പത്തലാണ് ഉണ്ടാക്കിയത്. ആ ചിക്കൻ കറി
ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയത് തന്നെ ഉണ്ടായിന്. അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഞാൻ. അതുകൊണ്ട് നമുക്കൊരു തേങ്ങാപ്പീരയും പത്തലും നമ്മൾ തിന്ന് രാത്രി. കുറച്ച് വൈകുന്നേരത്തെ ചായയും കൂടെ ഉണ്ടായി, അതും കുടിച്ച്. അങ്ങനെ നമ്മുടെ രാത്രിത്തെ പരിപാടി, ഫുഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചെങ്കിലില്ലേ, നമ്മളിപ്പോൾ ഓട്ടിന് ജയിച്ച ആൾക്കാരെല്ലാം ഇല്ലേ, അവരെല്ലാം നമ്മളെ പേർക്ക് ഓരോന്ന് സ്വീറ്റ്സിൻ്റെ ബോക്സ്, പിന്നെ ചിലയിടത്ത് മന്തിയെല്ലാം കൊടുത്തിന്. അങ്ങനെ എല്ലായിടത്തും കൊടുത്തിന്. ഇപ്രാവശ്യം പുതിയൊരു നിയമം നടപ്പിലാക്കി ഓട്ടിൽ ജയിച്ച ആൾക്കാരെല്ലാം. പിന്നെ അങ്ങനെ ഞമ്മക്കും ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ബോക്സിൽ ലഡുവിൻ്റെ കളർ കണ്ടിട്ടാകുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏത് പാർട്ടിന്ന്.